സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ടെക് ബ്രോ മാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വാട്സപ്പിലെ കുറച്ച് 5 ട്രിക്സിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നതായിരിക്കും, അറിയാത്തതായിരിക്കും. അപ്പോൾ ഈ 5 ട്രിക്സ് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഞാൻ വീഡിയോ ലഭിക്കുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. പിന്നെ അതിന് മാത്രം പൈസ ഒന്നും കൊടുക്കണ്ട, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ലൈക്ക് അടിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കണം. താഴെ കമൻറ്റ് അടിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ വെച്ചാൽ ഇപ്പം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒന്നാമത്തെ വെച്ചാൽ ഇപ്പം നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു വാട്സപ്പ് ഒന്ന് നിങ്ങളുടെ ഡാഡോ ഫ്രണ്ട്സ് ആരെങ്കിലും ചോദിച്ചു, ഡാഡിയോ ഫ്രണ്ട്സോ നിങ്ങൾ റിലേറ്റീവ് ആരെങ്കിലും ചോദിച്ചു, ഇന്ന ആൾക്ക് നിങ്ങൾ നമ്പർ അയക്കണം, ഞാൻ നമ്പർ പറഞ്ഞില്ല, ഇന്ന ആൾക്ക് നിങ്ങൾ മെസ്സേജ് അയക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അക്കൗണ്ട് സേവ് ആക്കും, എന്നിട്ട് വാട്സപ്പ് എടുക്കും. വാട്സപ്പ് എടുത്തിട്ട് സെർച്ച് ബാർ എടുത്തിട്ട് ആഡ് പേര് ചെയ്ത് പിന്നെ അങ്ങനെയല്ല, ഒന്നും ചെയ്യണ്ട. ഒരു എളുപ്പ വഴിയുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ലിങ്ക് തരാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഹോം എടുത്തിട്ട് ശേഷം ഇങ്ങനത്തെ ഇൻ്റർഫേസിലേക്ക് ഇൻ്റർഫേസ് വന്ന ശേഷം നിങ്ങൾ മെസ്സേജ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മെസ്സേജ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ആവും. പിന്നെ നിങ്ങൾക്ക് അയക്കേണ്ട മെസ്സേജ് ആരാന്ന് വന്നിട്ട് അത് ഓപ്പൺ ആവുകയും ചെയ്യും. കണ്ട, നിങ്ങൾക്ക് ഓപ്പൺ ആവുകയും ചെയ്യും. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് അയക്കേണ്ട മെസ്സേജ് എന്താണ് ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു പുതിയ ട്രിക്കല്ല, ഒരു നിങ്ങൾക്കറിയാവുന്ന ചിലവർക്ക് അറിയാത്തവർക്കാണ് ഈ വീഡിയോ. അപ്പോൾ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ 91 കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എടുക്കാം. 3 ട്രിക്കെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ യൂട്യൂബ് വീഡിയോ നിങ്ങളിപ്പോൾ യൂട്യൂബ് വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ യൂട്യൂബ് വീഡിയോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 2-3 സെക്കൻഡ് വരെ തുടങ്ങിയാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ ടൈപ്പ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ, റേഷൻ കടയിൽ ഗോതമ്പ് കൊണ്ട് അടിപൊളി നമ്മുടെ മാസ്റ്റർ പീസിൻ്റെ യൂട്യൂബ് വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇതാക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ക്വസ്റ്റ്യൻ മാർക്ക് T ഈക്വൽ 2PM23S എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ സെൻഡ് അടിച്ചാൽ ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ 2 മിനിറ്റ് 23 സെക്കൻഡ് തൊട്ടുള്ള വീഡിയോ നിങ്ങൾ കാണുകയുള്ളൂ. അപ്പോൾ ഇത് അടിപൊളി ടിക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ടിപ്സാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. മൂന്നാമത്തേതെന്ന് വെച്ചാൽ നിങ്ങളുടെ വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് സെറ്റിങ്സ് എടുക്കാം. നിങ്ങൾക്ക് സെറ്റിങ്സ് എടുത്തതിന് ശേഷം നിങ്ങളുടെ സ്റ്റോറേജ് എടുത്തതിന് ശേഷം സ്റ്റോറേജ് യൂസ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ചാറ്റ് അയച്ചവർ എത്ര പേര്, നിങ്ങൾ എത്ര MB വരെ അയച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അതുവഴി നിങ്ങൾക്ക് എത്ര ചാറ്റ് വരെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് കഴിയുമ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ 38 മെസ്സേജ് അയച്ചു, 0 കോൺടാക്ട്സ്, ലൊക്കേഷൻ അയച്ചിട്ടില്ല, ഞാൻ 3 ഫോട്ടോസ് വെച്ചിട്ടുണ്ട്, 0 KB ആണ്, 1 സ്റ്റിക്കർ വെച്ചിട്ടില്ല, ഗിഫ്റ്റ് അയച്ചിട്ടില്ല, വീഡിയോസ് വെച്ചിട്ടുണ്ട് 17 MB, 3 വീഡിയോ 36 KB, ഡോക്യുമെൻറ്റ്സ് ഒന്നും വെച്ചിട്ടില്ല. പിന്നെ ഇതാണ് അപ്പോൾ ഇതാണ് 4ാമത്തെ ഒരു ഇത്. പിന്നെ നമുക്ക് 5ാമത്തെ ട്രിക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് എടുത്തതിന് ശേഷം നിങ്ങളുടെ ചാറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങളുടെ വാട്സപ്പിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ, തീമല്ല ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാം. ഞാൻ ഇപ്പോൾ സ്മോൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൻ്റെ ചാറ്റ് നിങ്ങൾക്ക് ഏറ്റവും തീരെ ചെറിയ അക്ഷരം നിങ്ങൾ കാണാവുന്നതാണ്. പിന്നെ നിങ്ങൾക്കത് വേണമെങ്കിൽ ലാർജ് ആക്കാം. നിങ്ങളുടെ സെറ്റിങ്സ് എടുത്തിട്ട് നിങ്ങളുടെ ചാറ്റ് എടുത്തിട്ട് നിങ്ങൾ ഫോണ്ട് സ്മോൾ ആണ്, അത് ലാർജ് ആക്കിയാൽ നിങ്ങളത് ഏറ്റവും വലിയ ലാർജ് ആകും. ഞാൻ മീഡിയം കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് മലയാളമാണ് ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് ചിലവർക്കൊക്കെ മലയാളം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മലയാളം കൊടുക്കാവുന്നതാണ്. മലയാളം കൊടുത്താൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഇംഗ്ലീഷ് കൊടുക്കുക. ഇംഗ്ലീഷാണ് എനിക്ക് ഇഷ്ടം. അത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് തീം കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഡാർക്ക് ലൈറ്റ് ആക്കാം, ഡാർക്ക് ആക്കാം. ഇപ്പോൾ ഡാർക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ
വേറെ ട്രിക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് കോൺടാക്ട് എടുത്ത് നിങ്ങൾക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഞാൻ കൊടുത്താണ്, ഞങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കണമെന്നില്ല. സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഞാൻ കൊടുത്താണ് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ആ ജിമെയിൽ അക്കൗണ്ടും നിങ്ങളുടെ ഒരു 6 ഡിജിറ്റ് നമ്പറും പാസ്വേഡും കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് എടുത്തതിന് ശേഷം നിങ്ങളുടെ പ്രൈവസി എടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുറേ കസ്റ്റമൈസേഷൻ ചെയ്യാം. നിങ്ങളുടെ അക്കൗണ്ട് പ്രൈവസി കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, പിന്നെ നിങ്ങളുടെ സ്റ്റാറ്റസുമായി കോൺടാക്ട്സ് മാത്രം എബൌട്ട് എന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ചോ കാര്യങ്ങൾ എബൌട്ട് എവരി വൺ അതുള്ള നിങ്ങൾക്ക് മൈ കോൺടാക്ട്സ് മാത്രമാക്കാം. നിങ്ങളുടെ പ്രൊഫൈൽ എവരി വൺ ഉള്ള മൈ കോൺടാക്ട്സ് മാത്രമാക്കാം. നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ എല്ലാവരും കാണിക്കണമെന്നില്ല, നിങ്ങൾ അക്കൗണ്ട്. പിന്നെ ലാസ്റ്റ് സീൻ അത് നിങ്ങളുടെ മൈ കോൺടാക്ട്സ് ഒക്കെ വെച്ചാൽ നിങ്ങൾ എപ്പോൾ അവസാനം കണ്ടാൽ നിങ്ങളുടെ കോൺടാക്ട്സ് മാത്രമായിട്ട് കാണിക്കാൻ പറ്റും. അങ്ങനത്തെ പല പല ഗുണങ്ങളുള്ളതാണ്. പിന്നെ ഗ്രൂപ്പ്സ് നിങ്ങൾ എത്ര പേര് ഗ്രൂപ്പിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈ കോൺടാക്ട്സ് വെച്ചാൽ നിങ്ങളുടെ കോൺടാക്ട്സുകളൊക്കെ മാത്രമേ നിങ്ങളെ ഗ്രൂപ്പിൽ ചേർക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ലൊക്കേഷൻ അതിന് ഓണാക്കി വെച്ചാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് വാട്സപ്പ് വഴി അറിയാൻ പറ്റില്ല. അങ്ങനത്തെ പല പല ഗുണങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഒരു അക്കൗണ്ട് എടുത്തതിന് ശേഷം ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കസ്റ്റം ചെയ്യാം. എന്ന് വെച്ചാൽ ആ വരുമ്പോൾ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ടൂൺ മാറ്റാം. പിന്നെ ടൂണാണെങ്കിൽ ഇങ്ങനെ ടൂൺ ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ടൂൺ ആക്കാം. പിന്നെ നിങ്ങൾക്ക് വൈബ്രേഷൻ വേണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന രീതിയിലാക്കാനും പറ്റും. പിന്നെ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ലൈറ്റ്, ഡാർക്ക്, ബ്ലൂ, റെഡ് എല്ലാ കളർ വേണേൽ ആക്കാം. ഹൈ നോട്ടിഫിക്കേഷൻ വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ലാർജ് ആക്കാം. ഇപ്പം ഞാൻ കൊടുത്തു ഓൾവേസ്, അതാണ് ഇത് വലിയ ലാർജായി മാറിയത്. അപ്പം പിന്നെ വേറെ നിങ്ങൾക്ക് റിംഗ് ടോൺ അദ്ദേഹം വിളിക്കുമ്പോൾ റിംഗ് ടോൺ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനത്തെ പല പല ഗുണങ്ങളുണ്ട് വാട്സപ്പ് വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നത്. ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ചേർന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾക്കിപ്പോൾ വാട്സപ്പ് സെൻഡ് ചെയ്യാൻ പറ്റുന്ന 5 പേരുള്ളൂ. അത് നമുക്ക് മാറ്റി എത്ര വരെ ആക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾ വാട്സപ്പ് എടുക്കുക, പിന്നെ നിങ്ങളിവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ന്യൂ പോഡ്കാസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളിതാ ഇവിടെ എത്ര പേര് സെലക്ട് ചെയ്താൽ കുറച്ച് പേരെ ആഡ് ഒക്കെയുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര സെലക്ട് ചെയ്ത ആൾക്ക് അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് മാത്രമല്ല, നിങ്ങളുടെ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ അയച്ച മെസ്സേജ് എത്ര പേര് കണ്ടെന്ന് പോലെ അറിയാൻ പറ്റും. ഇത് ഹോൾ പ്രസ് ചെയ്ത് നിങ്ങൾ റൈഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇന്നോഫ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അയച്ച മെസ്സേജ് എത്ര പേര് കണ്ടു എന്ന് പോലെ അറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ മെസ്സേജ് ഇപ്പോൾ ഇത്ര പേരുണ്ട്, ഇനി 31 പേരും കൂടി 35 പേരും കൂടി കാണാനുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്സ് ടു വാച്ചിങ് മൈ വീഡിയോ.